ഡ്രാക്കുള പ്രഭുവിൻ്റെ മുഖം മെഴുകുപോലെ വിളറി. ഒരേ ഒരു നിമിഷം മാത്രം. അടുത്ത മാത്രയിൽ അവൻ ഹാർക്കറിൻ്റെ കൈകൾക്കിടയിൽ കൂടി ജനാല വഴി മുതലക്കൂപ്പ് നടത്തി. അവിശ്വസനീയമായ വേഗതയിൽ അല്ലായിരുന്നുവെങ്കിൽ ഹാർക്കറിൻ്റെ കത്തി അവൻ്റെ ശിരസ് പിളർക്കുമായിരുന്നു. വീശിയെറിഞ്ഞ കത്തി കണ്ണാടി ജാലകത്തിൽ കൊണ്ട് ചിന്നിച്ചിതറിയ ചില്ലുകളുടെ ശബ്ദം എല്ലാവരെയും അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. ജാലകത്തിനടുത്തേക്ക് അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പ്രഭു പരുക്കുകൂടാതെ എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. അയാൾ ആ വീടിൻ്റെ പടിക്കെട്ടുകൾ ചാടിക്കയറി. പുല്ല് പടർന്നു കിടന്ന മുറ്റവും കടന്ന് കന്നുകാലിത്തൊഴുത്തിനെ സമീപിച്ച് അതിൻ്റെ കതകു തുറന്നു. ആ വാതിൽക്കൽ നിന്നയാൾ അവരെ നോക്കി ക്രൗര്യത്തോടെ വിളിച്ചു പറഞ്ഞു, "എന്നെ വിരട്ടാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ? എനിക്ക് വിശ്രമിക്കാൻ ഒരിടമില്ലാതാക്കിയെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. എനിക്കിനി വേണ്ടുവോളം ഇടമുണ്ട്. എൻ്റെ പ്രതികാരം ആരംഭിച്ചിട്ടേയുള്ളൂ. നൂറ്റാണ്ടുകളായി ഞാനത് വളർത്തിയെടുക്കുകയായിരുന്നു. കാലം എൻ്റെ കൂടെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പെൺകുട്ടികൾ ഇപ്പോൾ തന്നെ എൻ്റേതായി കഴിഞ്ഞു. അവരിലൂടെ നിങ്ങളും മറ്റുള്ളവരും ഇനിയും എൻ്റേതായി തീരും." പൊടുന്നനെ പ്രഭു ആ വാതിൽ കടന്ന് അപ്രത്യക്ഷനായി. തുരുമ്പെടുത്ത വാതിൽ വളച്ചടയ്ക്കുമ്പോഴുള്ള കിറുകിറ ശബ്ദവും അതിനപ്പുറത്തായി ഏതോ ഒരു വാതിൽ തുറന്നടയുന്ന ശബ്ദവും അവർ കേട്ടു. അവർ തളത്തിലേക്ക് നടക്കുന്നതിനിടയിൽ അയാളെ പിന്തുടരുന്നതിലുള്ള വൈഷമ്യത്തെക്കുറിച്ച് പ്രൊഫസർ പറഞ്ഞു. "അവൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചുവല്ലോ. ആ വീരവാദം പറച്ചിലിനുപരിയായി അവൻ നമ്മെ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. അവൻ്റെ ആവശ്യത്തെയും സമയത്തെയും കുറിച്ച് അവൻ ഭയപ്പെടുന്നുണ്ട്. അവൻ്റെ ഈ തിടുക്കം തന്നെയാണ് അതിൻ്റെ തെളിവ്. എത്രയും വേഗം അവനെ പിന്തുടരുകയാണ് നാം ചെയ്യേണ്ടത്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അവന് ഉപയോഗമുള്ളതായി ഇവിടെ യാതൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്." മോറീസും ഗോഡാൽമിങ്ങും തൊടിയിലേക്ക് പാഞ്ഞു. ഹാർക്കർ ജനാല വഴി പുറത്തേക്ക് ചാടി പ്രഭുവിനെ പിന്തുടർന്നു. പക്ഷേ ഡ്രാക്കുള പ്രഭു കയറിപ്പോയ തൊഴുത്തിൻ്റെ വാതിൽ അകത്തുനിന്ന് തഴുതിട്ടിരുന്നു. അത് തല്ലിപ്പൊളിച്ച് അവർ അകത്ത് കടന്നപ്പോഴേക്കും അവിടെ പ്രഭുവിൻ്റെ പൊടി പോലും അവശേഷിച്ചിരുന്നില്ല. ആ പ്രദേശം മുഴുവൻ ഒറ്റയായും കൂട്ടായും അവർ പരിശോധിച്ചുവെങ്കിലും പ്രഭുവിൻ്റെ നിഴൽ പോലും കണ്ടെത്താനായില്ല. ഉച്ചതിരിഞ്ഞ് വളരെ നേരം കഴിഞ്ഞിരുന്നു. അപ്പോൾ സന്ധ്യയാകാൻ വളരെ നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വേട്ടയ്ക്കുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്നു രാത്രി ഉറങ്ങിക്കിടന്ന ജോനാഥനെ മീന ഹാർക്കർ വിളിച്ചുണർത്തി. എല്ലാവരും ഉറക്കത്തിൽ ആണ്ടുകിടന്നിരുന്ന നേരമായിരുന്നു അപ്പോൾ. പുലരിയുടെ ആഗമനം അറിയിച്ചുകൊണ്ടുള്ള കിളികളുടെ കളമൊഴികൾ അകലെ എങ്ങോ നിന്ന് കേൾക്കാൻ തുടങ്ങിയിരുന്നു. "എനിക്കുടനെ പ്രൊഫസറെ ഒന്ന് കാണണമെന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ടുവരൂ," മീന തിടുക്കത്തിൽ ജോനാഥനോട് പറഞ്ഞു. ജോനാഥൻ സംശയഭാവത്തിൽ അവളുടെ നേരെ നോക്കി. "എനിക്കൊരു യുക്തി തോന്നുന്നു. നേരം പുലരുന്നതിന് മുൻപ് പ്രൊഫസർ എന്നെ മോഹനനിദ്രയിലാഴ്ത്തിയാൽ എനിക്ക് ചിലത് പറയാൻ കഴിഞ്ഞേക്കാം. നിങ്ങൾ വേഗം ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരൂ." ജോനാഥൻ പ്രൊഫസറുടെ മുറിയിലേക്ക് പോകുവാൻ വാതിൽ തുറന്നു. ഡോക്ടർ സെൻവാൻ മുറിയുടെ വാതിൽപ്പടിയിൽ കുത്തിയിരുന്ന് കാവൽ നോക്കുന്നുണ്ടായിരുന്നു. ജോനാഥനെ കണ്ടയുടൻ അദ്ദേഹം ചാടിപ്പിടഞ്ഞെണീറ്റു. "എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ?" അദ്ദേഹം തിടുക്കത്തിൽ ചോദിച്ചു. "ഇല്ല," ജോനാഥൻ പറഞ്ഞു. "മീന പ്രൊഫസറെ ഉടനെ കാണണമെന്ന് പറയുന്നു." പിന്നീടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ ഡോക്ടർ സെൻവാൻഡ് പ്രൊഫസറുടെ മുറിയിലേക്ക് ഓടി. 2-3 മിനിറ്റുകൾക്കുള്ളിൽ പ്രൊഫസർ മീനയുടെ മുറിയിലെത്തി. സെൻവാൻഡും മോറിസും ആർത്തറും വാതിൽക്കൽ തന്നെ സംശയത്തോടെ നിന്നിരുന്നു. മീനയെ കണ്ടയുടൻ തന്നെ പ്രൊഫസർ ആഹ്ലാദത്തോടെ പറഞ്ഞു, "നോക്കൂ ജോനാഥൻ, നമുക്ക് നമ്മുടെ പഴയ മീനയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു." പിന്നീട് അവളുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, "ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഒരു കാരണവുമില്ലാതെ നിങ്ങളെന്നെ വിളിച്ചു വരുത്തുകയില്ലെന്ന് നിശ്ചയമുണ്ട്. താങ്കൾ എന്നെ പെട്ടെന്ന് മോഹനനിദ്രയിലാഴ്ത്തണം. നേരം പുലരുന്നതിന് മുൻപ് താങ്കൾ അത് ചെയ്യണം. എനിക്ക് സ്വതന്ത്രമായി ചിലത് സംസാരിക്കാൻ കഴിഞ്ഞേക്കും." പിന്നീടൊരക്ഷരം ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അദ്ദേഹം അവൾക്ക് കിടക്കയിൽ എഴുന്നേറ്റിരിക്കാൻ സജ്ഞ കാണിച്ചു. നിമിഷങ്ങൾക്കകം അവളെ അദ്ദേഹം മോഹനനിദ്രയിലാഴ്ത്തി. പ്രൊഫസർ തീരെ ചെറിയ ശബ്ദത്തിൽ അവളോട് സംസാരിച്ചു തുടങ്ങി. "നിങ്ങൾ എന്താണ് കാണുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊന്നും കാണാനും കഴിയുന്നില്ല. എല്ലാം കൂരിരുട്ടാണ്. നിങ്ങൾ എന്ത് കേൾക്കുന്നു? വെള്ളത്തിൻ്റെ അലയടി ശബ്ദം. അതു കിലുകില കുത്തിയൊഴുകുന്നു.
ചെറുതിരകൾ തുള്ളിച്ചാടുന്നു. എനിക്ക് ആ ശബ്ദമെല്ലാം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അപ്പോൾ ഒരു കപ്പലിലാണല്ലേ? അതെ. വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തലയ്ക്ക് മുകളിൽ ആളുകൾ ഉറക്കെ ചവിട്ടി നടക്കുന്നതും അങ്ങുമിങ്ങും തിരക്കിട്ടോടുന്നതും ചങ്ങല വലിച്ചിഴയ്ക്കുന്ന ശബ്ദവും നങ്കൂരം വലിച്ചുയർത്തുന്ന ഒച്ചയും. നിങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നു? ഞാൻ വെറുതെ നിശ്ചലമായി ഇരിക്കുന്നു. ഉറങ്ങിക്കിടന്നവളുടെ നെടുവീർപ്പ് പോലെ ആ ശബ്ദം നേർത്ത് വരികയും അവളുടെ തുറന്നിരുന്ന കണ്ണുകൾ അടയുകയും ചെയ്തു. പുറത്ത് സൂര്യവെളിച്ചം പരന്നിരുന്നു. അപ്പോൾ പ്രൊഫസർ മീനായെ തലയിണയിൽ ചാരിക്കിടത്തി. പെട്ടെന്ന് തിരിഞ്ഞ് അദ്ദേഹം വാതിൽക്കൽ നിന്ന കിൻസയോടും മറ്റും പറഞ്ഞു, ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. തീരെ വൈകിപ്പോയി എന്ന് വന്നുകൂടല്ലോ. കേട്ട പാതി കേൾക്കാത്ത പാതി മിസ്റ്റർ മോറിസും ഗോഡാൽമിങ്ങും വാതിൽക്കലേക്ക് കുതിച്ചു. എങ്കിലും പ്രൊഫസർ അവരെ തിരികെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിൽക്കൂ. അവളൊരു കപ്പലിനെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും അതെവിടെയാണെന്ന് നമുക്ക് രൂപം കിട്ടിയിട്ടില്ലല്ലോ. ഏതായാലും ഒന്ന് മനസ്സിലായല്ലോ. പ്രഭു രക്ഷപ്പെടാനുള്ള തിരക്കിൽ കപ്പൽ കയറിയിരിക്കുകയാണ്. ഈ ലണ്ടൻ നഗരം തനിക്ക് പറ്റിയതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അയാൾ തൻ്റെ അവസാനത്തെ മണ്ണ് നിറച്ച പെട്ടിയുമായി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അത് പാടില്ല. നാം അയാളെ പിന്തുടരുക തന്നെ വേണം. പ്രഭു തന്ത്രശാലിയാണ്. തൽക്കാലം നമുക്ക് സമാധാനിക്കാം. അയാൾക്ക് കടക്കാൻ പറ്റാത്ത കടലാണുള്ളത്. കപ്പൽ കരയ്ക്കടക്കുമ്പോഴോ വേലിയിറക്കമുണ്ടാകുമ്പോഴോ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാനാവൂ. ഇതാ സൂര്യനുദിച്ചു കഴിഞ്ഞില്ലേ? ഇനി അസ്തമനം വരെ നമ്മുടെ സമയമാണ്. പുതിയ വിവരം ലഭിച്ച സംഭവത്തെ തുടർന്ന് പിന്നെയും അവരുടെ ഉത്സാഹം വർദ്ധിച്ചു. അന്ന് വൈകിട്ട് ഒത്തുചേർന്നപ്പോൾ ഡ്രാക്കുള വേട്ടയുടെ അവസാനത്തെ ഘട്ടത്തെക്കുറിച്ചുള്ള തീരുമാനമാണ് അവരെടുത്തത്. ട്രാൻസിൽവാനിയയിലേക്കു തന്നെ മടങ്ങിപ്പോകാനാണ് അവൻ്റെ ശ്രമമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. അത് ഡാന്യൂബ് വഴിയാണോ കരിങ്കൽ മാർഗമാണോ അവൻ തിരഞ്ഞെടുത്തതെന്ന കാര്യമായിരുന്നു അവരെ കുഴക്കിക്കളഞ്ഞത്. ഏതെല്ലാം കപ്പലുകളാണ് കഴിഞ്ഞ രാത്രി കരിങ്കടൽ വഴി പോയിട്ടുള്ളതെന്നവർ തിരക്കി. സറീന കാരൻ എന്നൊരു കപ്പൽ മാത്രമേ കരിങ്കടൽ വഴി പോകാനുള്ളൂ എന്നവർ മനസ്സിലാക്കി. വാർണയിലെ ഡൂലി വാർഫിൽ നിന്ന് പുറപ്പെട്ട് മറ്റു പല തുറമുഖങ്ങളും കടന്ന് ഡാന്യൂബ് വരെ അത് പോകുമെന്നവർക്ക് മനസ്സിലായി. അതിൽ തന്നെ ആയിരിക്കണം ഡ്രാക്കുള പ്രഭു കടന്നുകൂടിയിട്ടുള്ളത്. ആ സംശയവുമായി ഒന്നുകൂടി തിരക്കാൻ അവർ ഡലിറ്റിൽ വാർഫിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് വിവരങ്ങൾ തിരക്കി. ക്വിൻസെ കൊടുത്ത കൈമടക്കിൻ്റെ ഫലം കൊണ്ട് ആ മനുഷ്യൻ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. അവർക്കറിയേണ്ട വിവരങ്ങൾ ഏതായാലും അവർക്ക് കിട്ടി. തലേ ദിവസം ഉച്ച കഴിഞ്ഞ് മെലിഞ്ഞുയർന്ന വിളർത്ത മുഖവും കത്തുന്ന കണ്ണുകളും നീണ്ടു വളർന്ന മൂക്കും തിളങ്ങുന്ന പല്ലുകളുമുള്ള ഒരു മനുഷ്യൻ തിരക്കിട്ട് വന്നുവത്രേ. കറുത്ത വസ്ത്രങ്ങളായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. കരിങ്കടൽ വഴിയുള്ള കപ്പലിനെക്കുറിച്ച് തിരക്കിയ അയാളെ ആരോ ഓഫീസിലേക്കും പിന്നെ കപ്പലിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. കപ്പലിൽ കയറാതെ താഴെ നിന്ന അയാൾ കപ്പിത്താൻ തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു അത്രേ. കുറേ നേരത്തെ കലമ്പലിനു ശേഷം അവൻ്റെ വ്യവസ്ഥകൾക്ക് ആ കപ്പിത്താൻ വഴങ്ങി. പെട്ടെന്ന് അവിടെ നിന്ന് പോയ അയാൾ ഒരു കുതിരവണ്ടിയിൽ ഒരു പെട്ടിയുമായാണ് മടങ്ങി വരുന്നത്. കാഴ്ചയിൽ തന്നെ ഭീമാകാരമെന്ന് തോന്നിച്ച ആ കനത്ത പെട്ടി അയാൾ തന്നെയാണ് കുതിരവണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചത്. അത് കപ്പൽ തട്ടിലേക്ക് കയറ്റാൻ പക്ഷേ അനേകം കൂലിക്കാരുടെ കൂട്ടായ പരിശ്രമം ആവശ്യമായി വന്നു. ആ പെട്ടി കപ്പലിൽ എവിടെ വെക്കണമെന്നതിനെക്കുറിച്ച് കപ്പിത്താനുമായി അയാൾ വാക്കേറ്റമുണ്ടായി. എന്ത് മാസ്മര വിദ്യ കൊണ്ടെന്നറിഞ്ഞില്ല, ഒടുവിൽ കപ്പിത്താൻ്റെ എല്ലാ എതിർപ്പുകളെയും തനിക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ ആ മനുഷ്യന് കഴിഞ്ഞു. കപ്പൽ പുറപ്പെടാൻ നേരത്ത് വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അയാൾ എവിടേക്കോ പോയി. അയാൾ പോയ ശേഷം കപ്പലിനെ ചുറ്റി ഒരു മൂടൽമഞ്ഞിൻ്റെ ആവരണം ഉണ്ടാവാൻ തുടങ്ങി. അത് നിമിഷങ്ങൾ കൊണ്ട് വളർന്ന് കറുത്ത കാർമേഘങ്ങളേക്കാൾ രൂക്ഷമായി ഒരു പടുത നിവർത്തിയിട്ട പോലെ കപ്പലിനെ പൊതിഞ്ഞു. ഉദ്ദേശിച്ച നേരത്ത് കപ്പൽ പുറപ്പെടാൻ കഴിയാതെ വന്നു. ജലവിധാനവും വല്ലാതെ ഉയർന്നു വന്നു. പിന്നെ വേലിയിറക്ക സമയത്താണ് മെലിഞ്ഞ ആ മനുഷ്യൻ മടങ്ങി വന്നത്. കപ്പലിൽ കയറി വന്നയുടൻ തൻ്റെ പെട്ടിയെക്കുറിച്ചയാൾ അന്വേഷിച്ചു. കപ്പലിൻ്റെ താഴ്ത്തറയിൽ സൂക്ഷിച്ചിരുന്ന ആ പെട്ടിക്കരികിലേക്ക് ഒരു ജോലിക്കാരൻ അയാളെ നയിച്ചു. പെട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞ് അയാൾ കപ്പലിൻ്റെ തട്ടിലേക്ക് പോയി. മൂടൽമഞ്ഞ് കാരണം അവിടെ നിന്നിരുന്ന അയാളെ പിന്നീട് ആരും കണ്ടില്ല. ആരും അതൊരു ഗൗരവമായ കാര്യമായി തിരക്കാനും മിനക്കെട്ടില്ല. വേലിയിറക്കം കഴിഞ്ഞപ്പോൾ കപ്പൽ തുറമുഖം വിട്ട് യാത്രയായി.
മീനായുടെ മോഹനനിദ്രയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രൊഫസറെയും കൂട്ടരെയും സംബന്ധിച്ച് ആശാവഹമായിരുന്നു. പ്രഭുവിനെ വെറുതെ വിടുന്ന കാര്യത്തെക്കുറിച്ചവർക്ക് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അയാൾ കൂടുതൽ ശക്തനായി തിരിച്ചടിക്കാനൊരുങ്ങാതിരിക്കില്ല. ചവിട്ടേറ്റ പാമ്പിനെ പോലെ പ്രഭു ഇംഗ്ലണ്ടിൽ നിന്ന് തുരത്തപ്പെട്ട പകയും കൂടി പോക്കുമെന്ന് തീർച്ച. ഒരിക്കൽ മനുഷ്യരക്തം രുചിച്ചു നോക്കിയ അയാൾ എപ്പോഴും അതിനായി കാത്തു നടക്കും. ജീവിച്ചിരുന്നപ്പോൾ പോലും ആ മനുഷ്യൻ തൻ്റെ ഇരയായ ശത്രുക്കളെ തുർക്കിയുടെ അതിർത്തിയിൽ വെച്ച് നിരന്തരം ആക്രമിച്ച് വധിച്ചിട്ടുള്ളതാണ്. തുടർച്ചയായുള്ള കഠിനശ്രമം കൊണ്ടാണവൻ ലണ്ടനിലെത്തിയത്. സ്ഥിരമായ പരിശ്രമം കൊണ്ട് തന്നെയാണവൻ ലൂസിയുടെ കിടപ്പറയിൽ കയറിയതും അവളുടെ രക്തം രുചിക്കാൻ തുടങ്ങിയതും. ഒന്നാലോചിച്ചാൽ ഒരിക്കലും അവൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ അവൻ ചെയ്യും. മറയ്ക്കപ്പെട്ട ഒരു രാജ്യത്തെ ജീർണിച്ച ഒരു ശവക്കല്ലറയിൽ നിന്നും ഇത്രയൊക്കെ നേടിയ അവൻ കൂടുതൽ ശക്തി നേടാൻ എന്താണിനി ചെയ്യാതിരിക്കുക? പ്രഭു കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സെറീന കാതറൈൻ എന്ന കപ്പൽ തേംസ് തുറമുഖം തരണം ചെയ്ത വാർത്ത അവരറിഞ്ഞു. ഏറ്റവും വലിയ വേഗതയിൽ പോയാൽ പോലും 3 ആഴ്ചയ്ക്ക് ശേഷമേ അത് വാർണയിലെത്തുകയുള്ളൂ. കരമാർഗം 3 ദിവസം കൊണ്ട് അവിടെ എത്തുകയും ചെയ്യാം. പ്രഭു എത്ര അമാനുഷിക ശക്തി പ്രയോഗിച്ചാലും 2-3 ദിവസത്തെ ലാഭമല്ലാതെ ആ യാത്രയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എങ്ങനെയായാലും 2 ആഴ്ചത്തെ സമയം അവർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. കപ്പൽ അവിടെ എത്തുന്നതിന് 1 ദിവസം മുൻപേ നാം അവിടെ എത്തിച്ചേരുന്നതാണ് നല്ലത്. ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താനും നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ആയുധങ്ങൾ ഏതായാലും കരുതിക്കൊണ്ടു പോവുക തന്നെ വേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാത്തരം ആയുധങ്ങളും. പ്രൊഫസർ പറഞ്ഞു വന്നതിന് അനുബന്ധമെന്നോണം കിൻസെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. ചെന്നായ്ക്കൾ കൂടുതലുള്ള നാടാണതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിൻചെസ്റ്റർ തോക്കുകൂടി തീർച്ചയായും കരുതിയിരിക്കണം. അതിലെനിക്ക് വിശ്വാസമാണ്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. എത്രയായാലും ഏറ്റവും നേരത്തെ അവിടേക്ക് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുള്ളൂ. കാത്തിരിപ്പ് അവിടെയായാലും ഇവിടെയായാലും ഒന്ന് തന്നെ. അങ്ങനെ തന്നെയാണ് ഒടുവിൽ തീരുമാനിക്കപ്പെട്ടത്. മുൻപ് എപ്പോഴും എന്നതുപോലെ 4 പേരും കൂടി യാത്ര തിരിക്കാൻ ഉറച്ചു. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് മീനായെ മോഹനനിദ്രയിലാഴ്ത്തിയ പ്രൊഫസർക്ക് പ്രഭുവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. പ്രഭു ഉണ്ടാക്കിയ വടു അളവിൽ അവശേഷിക്കുന്നിടത്തോളം കാലം പ്രഭുവിൻ്റെ ആജ്ഞാനുവർത്തിയാണവൾ. അവളിലൂടെ തൻ്റെ ശത്രുക്കളുടെ നീക്കങ്ങൾ പ്രഭുവിനറിയാം. അവളിലൂടെ തന്നെ പ്രഭുവിൻ്റെ കാര്യങ്ങൾ പ്രൊഫസർക്കും അറിയാൻ കഴിയുന്ന നിമിത്തം അടുത്ത ദിവസം രാവിലെ അവർ വാർണയിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി. നമ്മൾ അവിടെ ചെന്നാൽ ആദ്യം എന്താണ് ചെയ്യുക? മോറിസ് സംശയത്തോടെ ചോദിച്ചു. ആദ്യമായി നാം കപ്പലിൽ കയറും. ആ പെട്ടി തിരഞ്ഞ് കണ്ടുപിടിച്ച ശേഷം കാട്ടറോസിൻ്റെ കമ്പ് അതിൽ വയ്ക്കും. അത് അവിടെയുള്ളിടത്തോളം കാലം ഒരു പ്രാണിക്കും പുറത്തേക്ക് കടക്കാനാവില്ല. പിന്നെ നാം കാത്തിരിക്കുന്ന സന്ദർഭം വന്നാലുടനെ മറ്റാരും കാണാതെ ആ പെട്ടി തുറക്കണം. ആ നിമിഷത്തിൽ എല്ലാം നേരെയായിക്കൊള്ളും, പ്രൊഫസർ പറഞ്ഞു. ഞാൻ അങ്ങനെ അവസരത്തിന് കാത്തു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. 1000 പേർ കണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും ശരി, ആ പെട്ടി കണ്ടയുടനെ ഞാനത് തുറന്ന് ആ ചെകുത്താനെ വകവരുത്തും. അതിനെനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തു തന്നെയായാലും വിരോധമില്ല, ആവേശത്തോടെ മോറിസ് സംസാരിച്ചു. ചൂണക്കുട്ടി, പ്രൊഫസർ അയാളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും അത്തരമൊരു സമയത്ത് നോക്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ഭയം കൊണ്ട് പിൻവാങ്ങുകയുമില്ല. എന്തു ചെയ്യണമെന്ന് നേരത്തെ ഒരു മുന്നറിയിപ്പ് തരുക മാത്രമായിരുന്നു ഞാൻ. നാം എന്തു ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ എനിക്ക് കഴിയില്ല ഇപ്പോഴും. നമുക്ക് ആയുധങ്ങളുമണിഞ്ഞ് കാത്തിരിക്കാം. ഒന്നിൻ്റെയും പരിണാമം പ്രവചിക്കുക അസാധ്യമാണല്ലോ. നല്ലത് മാത്രം ഭവിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, പ്രൊഫസർ പറഞ്ഞു. ഉടൻ തന്നെ യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും മറ്റും വാങ്ങിക്കാനായി അദ്ദേഹം പോയി. അന്ന് പ്രത്യേകിച്ചൊന്നും പുതുതായി ചെയ്യാനില്ലായിരുന്നതുകൊണ്ട് മറ്റുള്ളവരും പിരിഞ്ഞു. മീന ഹാർക്കർ ഉൾപ്പെട്ട ഡ്രാക്കുള വേട്ടാസംഘം യാത്ര ആരംഭിച്ചു. ഒക്ടോബർ 12-ാം തീയതി രാവിലെ അവർ ആരംഭിച്ച യാത്രയുടെ അവസാനമായി. ആ രാത്രി അവർ എത്തിപ്പെട്ടത് പാരീസിലായിരുന്നു. ഓറിയന്റ് എക്സ്പ്രസിൽ അവർക്കായി റിസർവ് ചെയ്തിരുന്ന സീറ്റുകളിൽ അവർ നേരത്തെ സ്ഥലം പിടിച്ചു. രാവും പകലും യാത്ര ചെയ്തു. പിറ്റേന്ന് കാലത്ത് 5 മണിയോടെ അവർ വാർണയിലെത്തി. അവിടെ വിശ്രമിക്കുമ്പോൾ പ്രൊഫസർ മീനായെ പിന്നെയും മോഹനനിദ്രയ്ക്ക് വിധേയയാക്കി. അവളിൽ നിന്നറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പോൾ കപ്പൽ അപ്പോഴും യാത്ര തുടരുകയായിരുന്നു.
കപ്പലിനപ്പുറത്ത് അലകൾ വന്ന് തട്ടിത്തെറിക്കുന്നതും ജലം കുത്തിയൊഴുകുന്നതും പാഴ്മരങ്ങളിൽ കാറ്റടിക്കുന്ന ശബ്ദവും മറ്റും അവൾ വിശദമായി വിവരിച്ചു. അന്നവർ നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയി. പിറ്റേന്ന് കപ്പൽ വന്നാലുടൻ അതിനുള്ളിൽ പരിശോധിക്കാനുള്ള അവകാശം അധികാരികളിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനം അവർ എടുത്തു. പകൽ നേരത്തു തന്നെ കപ്പൽ വന്നടുത്തേക്കുമെന്നാണ് പ്രൊഫസറുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ പ്രഭുവിന് വാവൽ രൂപത്തിൽ പോലും കപ്പലിന് പുറത്തേക്ക് പോവുക സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനുഷ്യരൂപത്തിൽ വരാൻ തീർച്ചയായും അവൻ ഒരുങ്ങുകയുമില്ല. പെട്ടിക്കകത്തു തന്നെ കഴിച്ചുകൂട്ടാനാണ് സാധ്യത കൂടുതൽ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവർ കപ്പലിൽ കയറും. പെട്ടിക്കുള്ളിൽ കിടക്കുന്ന പ്രഭു തീർച്ചയായും അപ്പോൾ അവരുടെ ഔദാര്യത്തിന് കീഴിലാവും. പെട്ടിക്കുള്ളിൽ അയാൾ ഉണ്ടെന്നുറപ്പായാൽ ലൂസിയെ ചെയ്തതുപോലെ അയാളെ അവിടെ വെച്ച് നശിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒടുവിൽ അവർ കാത്തിരുന്ന ആ സമയമെടുത്തു. സറീന കാതറൈൻ എന്ന കപ്പൽ തുറമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന വിവരം അവർക്ക് ലഭിച്ചു. പക്ഷേ അവർക്ക് ആഹ്ലാദത്തിന് കാരണമില്ലാതെ അത് സമയം തെറ്റിയാണ് വന്നെത്തിയത്. അവരുടെ പിടിയിൽപ്പെടാതെ പ്രഭു രക്ഷപ്പെട്ടേക്കുമെന്നൊരു തോന്നൽ. ആ തോന്നൽ സത്യവുമായിരുന്നു. അങ്ങനെയെങ്കിൽ അയാൾ പോകുന്നിടം വരെ അയാളെ പിന്തുടരാൻ അവർ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഡ്രാക്കുള കോട്ടയെക്കുറിച്ച് ജോനാഥൻ ഹാർക്കർ തയ്യാറാക്കിയ രേഖകൾ പ്രൊഫസർ പരിശോധിച്ചു. മീന ഹാർക്കറെ തുടരെ മോഹനനിദ്രയ്ക്ക് അടിമയാക്കിക്കൊണ്ടിരുന്നു. അവളുടെ വിവരണങ്ങളിൽ നിന്നും പ്രഭു കപ്പലിൽ നിന്നും ഏതോ മാർഗത്തിലൂടെ എവിടേക്കോ പലായനം ആരംഭിച്ചിരിക്കുന്ന വിവരം അവർക്ക് ലഭിച്ചു. ബ്രൂത്ത്, സെറീത്ത് എന്നീ നദികളിൽ ഏതെങ്കിലും ഒന്നിലൂടെയായിരിക്കണം പ്രഭു തൻ്റെ കോട്ടയിലേക്ക് പോയിട്ടുള്ളതെന്നവർ തീരുമാനിച്ചു. അവയാണ് ഡ്രാക്കുള കോട്ടയുടെ പിന്നിലുള്ള നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. മീനായെ മോഹനനിദ്രയിലാക്കി കഴിഞ്ഞപ്പോൾ ലഭിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു തുറന്ന വള്ളത്തിൽ തൻ്റെ പെട്ടിക്കുള്ളിൽ കിടക്കുന്നതായിട്ട് വേണം കരുതാൻ. ആ വള്ളം തുഴ കൊണ്ടോ പങ്കായം കൊണ്ടോ തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങുകയായിരിക്കണം. പശുക്കളുടെയും മറ്റും ശബ്ദം കേൾക്കുന്നതായി പറഞ്ഞുകൊണ്ട് കര അടുത്തായിരിക്കണമെന്നും അവർ തീരുമാനിച്ചു. അയാൾ പുഴയുടെ ഗതിക്കെതിരായി മുകളിലേക്ക് തുഴഞ്ഞ് മുന്നേറുകയാവണം. ബൂത്ത് നദിയാണ് എളുപ്പത്തിൽ തുഴഞ്ഞു കയറാവുന്ന രീതിയിലുള്ളത്. സെറീത്ത് ബോർഗോ ചുരത്തിന് ചുറ്റും വളഞ്ഞു പ്രവഹിക്കുന്ന ബിസ്ട്രീറ്റ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ കൈവഴി ഡ്രാക്കുള കോട്ടയുടെ തൊട്ടു പിന്നിൽ വരെ നീണ്ടു കിടക്കുന്നു. അങ്ങനെ ജലമാർഗം തന്നെ കോട്ടയിലെത്താനാവും പ്രഭുവിൻ്റെ പ്ലാൻ. നാം നമ്മുടെ പരിപാടിയിൽ വിജയിച്ചേക്കുമെന്ന് തോന്നുന്നു. ഏറെക്കുറെ നമുക്ക് പ്രഭുവിൻ്റെ മാർഗം മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് വല്ലാത്ത ആഹ്ലാദം തോന്നുന്നു, പ്രൊഫസർ വാൻ ഹെൻസിംഗ് പറയുകയായിരുന്നു. നമ്മുടെ ശത്രു ഇപ്പോൾ അങ്ങേയറ്റത്തെ നിസ്സഹായ അവസ്ഥയിലാണ്. പകൽ നേരത്ത് വെള്ളത്തിൽ വെച്ചയാളെ പിടികൂടാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ഭാഗ്യമായി. തന്നെ വഹിച്ചുകൊണ്ടു പോകുന്നവർ സംശയിക്കുമെന്നതിനാൽ അയാൾ പെട്ടിവിട്ട് പുറത്തിറങ്ങിയെന്ന് വരില്ല. അവരെങ്ങാനും അറിഞ്ഞാൽ അവർ പെട്ടി വെള്ളത്തിലേക്കെറിയുകയും പ്രഭു അങ്ങനെ നശിക്കുകയും ചെയ്യും. അതറിയാവുന്നതുകൊണ്ട് അയാൾ അതിൽ നിന്നിറങ്ങാൻ ഇടയില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തന പരിപാടികൾക്ക് അവസാന രൂപം കൊടുക്കാം. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുക. ഒരു സ്റ്റീം ബോട്ടുമായി ഞാൻ അയാളെ പിന്തുടരും, ഗോഡാൽമിംഗ് പ്രഭു പറഞ്ഞു. ഒരു കുതിരയുമായി ഞാൻ നദിക്കരയിലൂടെ നീങ്ങാം. നമ്മുടെ ശത്രു കരയിൽ എത്തിയിട്ടില്ലെന്ന് മുൻവിധി വേണ്ട. മോറീസും തൻ്റെ ആശയം അവതരിപ്പിച്ചു. രണ്ടും നല്ല അഭിപ്രായങ്ങൾ തന്നെ, വളരെ നല്ലത്. പക്ഷേ രണ്ടാളും തനിച്ചു പോകരുത്. വേണ്ടിവരുന്ന പക്ഷം ഒരു സംഘത്തോട് തന്നെ ഏറ്റുമുട്ടാൻ നാം തയ്യാറായിരിക്കണം. സ്ലോവാക്കുകൾ ശക്തരും പരുക്കന്മാരും ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നവരുമാണ്, പ്രൊഫസർ പറഞ്ഞു. ഞാൻ കുറെ വിഞ്ചസ്റ്റർ തോക്കുകൾ കരുതിയിട്ടുണ്ട്, മോറിസ് പറഞ്ഞു. ആൾക്കൂട്ടത്തിലും ചെന്നായ്ക്കൾക്കെതിരെയും അവ ഒരുപോലെ ഉപയോഗപ്രദമാണ്. ഞാനും കിൻസയും കൂടി പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഡോക്ടർ തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തി. ഞങ്ങൾ ഒന്നിച്ച് നായാട്ടിന് പോയിട്ടുള്ളവരുമാണ്. ആയുധങ്ങളുമായി വന്നാൽ എന്തു തന്നെ ആയാലും അതിനെ നേരിടാൻ പ്രാപ്തരുമാണ് ഞങ്ങൾ. ആർതർ, താങ്കൾ തനിച്ചേതായാലും ഇറങ്ങിത്തിരിക്കരുത്. സ്ലോവാക്കുകളുമായി ഒരു ഏറ്റുമുട്ടൽ വേണ്ടി വന്നേക്കും. ഇത്തവണ സന്ദർഭമൊന്നും തന്നെ പാഴാക്കരുത്. പ്രഭുവിൻ്റെ തലയും ശരീരവും വേർപെടുത്തുന്നതുവരെ നമുക്കിനി വിശ്രമമില്ല. ഗോഡാൽമിംഗ് പ്രഭുവും ജോനാഥനും കൂടി വേഗതയേറിയ ആവി ബോട്ടിൽ പ്രഭുവിനെ പിന്തുടരണം. മോറിസും സെർവാൻറ്റും കുതിരകളിൽ കയറി നദിക്ക് ഇരുവശങ്ങളിലുമുള്ള കരകളിലൂടെ റോന്തു ചുറ്റണം.
ഞാനും മാഡം മീനായും ശത്രുവിൻ്റെ നാട്ടിൽ തന്നെ എത്തിച്ചേരാം. ആ, പറഞ്ഞില്ലല്ലോ, മീനായെയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പ്രൊഫസർ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ചെകുത്താൻ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ നിർവാഹമില്ലാതെ ജലമാർഗേണ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ബിസ്ട്രീറ്റ്സ് വഴി ബോർഗോ ചുരത്തിലേക്ക് പോയി അയാളുടെ കോട്ടയിലേക്കുള്ള മാർഗം കണ്ടുപിടിക്കാം. മീനായെ അവിടെ കൊണ്ടുപോകുന്നെന്ന് കേട്ടപ്പോൾ ജോനാഥൻ പരിഭ്രാന്തനായെങ്കിലും ഒപ്പം മീന കൂടി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രൊഫസർ വിശദീകരിച്ചു കേൾപ്പിച്ചപ്പോൾ ഒടുവിൽ ജോനാഥൻ അതിന് സമ്മതിച്ചു. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവർ അവരുടെ അവശേഷിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജോനാഥനും ഗോഡാൽമിംഗ് പ്രഭുവും പോകാനുള്ള ആവി ബോട്ട് തയ്യാറായി വന്നു. മോറിസിനും സെർവാൻറ്റിനും വേണ്ട കുതിരകളും എത്തി. മീനായും പ്രൊഫസറും വെറസ്ട്രിയയിലേക്കുള്ള തീവണ്ടി യാത്ര പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. വെറസ്ട്രിയയിൽ നിന്ന് ഒരു കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാനാണ് പ്രൊഫസറുടെ തീരുമാനം. ഒരുപക്ഷെ ഒരു വണ്ടി വിലയ്ക്ക് വാങ്ങേണ്ടതായി വന്നാൽ അവർ അതും കരുതി തന്നെയാണ് പോകുന്നത്. എല്ലാവരും യഥേഷ്ടം ആയുധങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ ഡ്രാക്കുള പ്രഭു ഉണ്ടാക്കിയ പാട് അവശേഷിച്ചിരുന്നതുകൊണ്ട് എല്ലാവരും എടുത്തിരുന്ന ഒരായുധം കുരിശ് എടുക്കാൻ മീനായ്ക്ക് കഴിഞ്ഞില്ല. മണിക്കൂറുകൾ കഴിയുന്തോറും തണുപ്പ് അധികരിച്ചു വന്നു. എന്തിൻ്റെയോ മുന്നറിയിപ്പ് പോലെ മഞ്ഞുധൂളികൾ അന്തരീക്ഷത്തിൽ നിറയെ പാറിപ്പറന്ന് നടന്നു. ഒക്ടോബർ 30 യാത്ര. ബ്രൂത്ത് നദിയിലൂടെ ജോനാഥനും ക്വിൻസെയും കയറിയ ആവി ബോട്ട് പാഞ്ഞുകൊണ്ടേയിരുന്നു. ക്വിൻസെ കരുവാരിയിട്ട് തീ ആളിക്കത്തിച്ചുകൊണ്ടിരുന്നു. ബോട്ടിൻ്റെ പരിപൂർണ പ്രവർത്തനം അദ്ദേഹം തന്നെയാണ് നടത്തിയിരുന്നത്. വളരെ കാലം ബോട്ട് ഓട്ടിച്ച് പരിചയമുള്ള അദ്ദേഹത്തിന് അത് ഏറ്റവും വശമുള്ള ജോലിയായിരുന്നു. അവരിപ്പോൾ കടന്നു പോകുന്നത് ഉദ്ദേശിച്ച മാർഗത്തിലൂടെയാണെന്ന് തീർച്ചയാണ്. നദിയുടെ ആ ഭാഗത്ത് എമ്പാടും ജലമുണ്ടായിരുന്നതുകൊണ്ട് ബോട്ട് മുഴുവൻ വേഗതയിൽ തന്നെ ഓട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ യാത്രയ്ക്ക് മുൻപ് തന്നെ മോറീസും സെർവാൻറ്റും തങ്ങളുടെ റോന്ത് ചുറ്റൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തികച്ചും ലക്ഷ്യമില്ലാത്ത ഒരു സാഹസത്തിലാണ് തങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ജോനാഥന് തോന്നി. അവരുടെ യാത്ര ദിവസങ്ങളോളം നീണ്ടു. 3 ദിവസം റോഡ് മാർഗത്തിലൂടെ സഞ്ചരിച്ച ജോനാഥനും മോറീസിനും വിവരമൊന്നും ലഭിച്ചില്ല. ഫണ്ടുവിലെത്തിയപ്പോൾ ബോട്ട് ബിസ്ട്രീറ്റ്സിലേക്ക് പോയതായി വിവരം ലഭിച്ചു. വഴിയിലെല്ലാം കഠിനമായ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കനത്ത മഞ്ഞ് പെയ്യാൻ തുടങ്ങിയാൽ അവരുടെ യാത്ര തടസ്സപ്പെടുമെന്ന് തീർച്ച. കുറേ നേരം കൂടി യാത്ര തുടർന്നപ്പോൾ ബോട്ട് ഒരു കിഴുക്കാൻ തൂക്കായ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് അപകടമുണ്ടായതിനെ തുടർന്ന് യാത്ര തുടരാൻ കഴിയാതെ ഇരിക്കുന്നുവെന്ന വാർത്ത കിട്ടി. പരിചയമില്ലാത്ത ഫിറ്ററാണെങ്കിലും ഗോൾഡാമിംഗ് പ്രഭു തന്നെ ആ ബോട്ടിൻ്റെ കേടുപാടുകൾ തീർത്ത് യാത്ര തുടർന്നു. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ബോർഗോ ചുരത്തിലെത്തിയിരുന്നു. മീനായെ മോഹനനിദ്രയ്ക്ക് വശംവദയാക്കി വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായില്ല. അധികം താമസിയാതെ അവർ ചുരത്തിനെ സമീപിച്ചു. അപ്പോൾ അസാധാരണമായ ഒരാസക്തിയോടെ ഒരു ചെറിയ വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മീന പറഞ്ഞു, "ഇതാണ് ആ വഴി." അത്ഭുതത്തോടെ പ്രൊഫസർ അവളുടെ നേരെ നോക്കി. പിന്നെ അസാധാരണമായൊന്നുമില്ലെന്ന ഭാവത്തിൽ അദ്ദേഹം അവിടെയെല്ലാം പരിശോധിച്ചു. അവൾ ചൂണ്ടിക്കാണിച്ച പാതയെ അവിടെയുള്ളുവെന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ബുക്കാവിനയിൽ നിന്ന് ബിസ്ട്രീറ്റ്സിലേക്കുള്ള പ്രധാന പാതയായിരുന്നില്ല അത്. ആ വഴിയെ തന്നെ അവർ താഴോട്ട് ചെന്നു. മഞ്ഞ് മൂടി കിടന്നിരുന്നെങ്കിലും ചിരപരിചിതമായ പാത പോലെ കുതിരകൾ ആ വഴിയെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഡയറിക്കുറിപ്പുകളിൽ ജോനാഥൻ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടു തുടങ്ങി. ആ പാത വഴി അവർ മണിക്കൂറുകളോളം സഞ്ചരിച്ചു. പക്ഷേ പ്രഭുവിൻ്റെ താവള അടുക്കുംതോറും മീനായെ എന്തോ വല്ലായ്മ പിടികൂടുന്നത് പ്രൊഫസർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം അവളെ മോഹനനിദ്രയ്ക്ക് വിധേയയാക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊക്കെ പ്രൊഫസർ പരാജയപ്പെടുകയാണുണ്ടായത്. മലകളോട് കൂടിയ വിജനമായ മരുഭൂമിയിലൂടെ അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മീന ഉറങ്ങിക്കൊണ്ടിരുന്നു. പ്രൊഫസർ വിശന്നപ്പോഴൊക്കെ ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ മീന ആഹാരം കഴിക്കാൻ മടി കാണിക്കുകയായിരുന്നു. വല്ലാത്ത ഒരു ക്ഷീണം അവൾക്കുള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഭീകരസ്ഥലത്തിൻ്റെ അമാനുഷികമായ സ്തംഭനമാണോ അവളെ പിടികൂടിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നാതിരുന്നില്ല. അതിപുരാതനവും വികലവുമായ ഒരു പരുക്കൻ റോഡാണത്. യാത്ര തുടരവേ പ്രൊഫസർ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. എപ്പോഴോ പിന്നെ അദ്ദേഹം ഞെട്ടി ഉണരുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു.
അകലെ കറുത്തിരുണ്ട മലകൾ ധാരാളമായി ഉയർന്ന് കാണാനുണ്ടായിരുന്നു. അവരപ്പോൾ ഒരു ചെങ്കുത്തായ മലയുടെ മുകളിലായിരുന്നു. അതിൻ്റെ ഉച്ചിയിൽ ജോനാഥൻ വിവരിച്ച രീതിയിൽ ഒരു കോട്ട കണ്ടു. ആ കോട്ടയുടെ ദർശനമാത്രയിൽ പ്രൊഫസറെ ഒരു വല്ലാത്ത ആഹ്ലാദഭാവം പൊതിഞ്ഞു. ഒപ്പം സംഭ്രാന്തി അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ചെയ്തു. നല്ലതിനായാലും ചീത്തയ്ക്കായാലും യാത്രയുടെയെല്ലാം അവസാനം അടുക്കാറായെന്നൊരു തോന്നൽ. സന്ധ്യാപ്രകാശം മാഞ്ഞു കഴിഞ്ഞിരുന്നു. മഞ്ഞു വീണു കിടക്കുന്ന വഴികളിലും പരിസരങ്ങളിലും അരണ്ട പ്രകാശം. പ്രൊഫസർ കുതിരവണ്ടി നിർത്തി കുതിരകളെ അഴിച്ച് മാറ്റിക്കെട്ടി. അവയെ ആവുന്നിടത്തോളം ഭക്ഷണം തീറ്റിച്ചു. പിന്നെ കുറെ വിറകുമുട്ടികൾ ശേഖരിച്ച് തീക്കുണ്ടമുണ്ടാക്കി. അതിനടുത്ത് സൗകര്യമായി അദ്ദേഹം കമ്പിളി വിരിച്ച് മീനയെ കിടത്തി. പ്രൊഫസർ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. പക്ഷേ മീന അത് കഴിച്ചില്ല. തനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ മാറിയതേയുള്ളൂ. പ്രൊഫസർ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. ഭക്ഷണത്തിനു ശേഷം പ്രൊഫസർ മീനായുടെ ചുറ്റും ഒരു വലിയ വൃത്തത്തിനു മുകളിൽ പരിശുദ്ധ അപ്പം പൊടിച്ചു വിതറി. അവൾ നിർജീവമായി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ഞുകട്ടിപോലെ വിളറിയ ഭാവമായിരുന്നു അപ്പോഴവൾക്ക്. ഒരക്ഷരമെങ്കിലും അവൾ ഉരിയാടിയില്ല. അവളെ ഒന്ന് പരീക്ഷിക്കാനായി പ്രൊഫസർ പറഞ്ഞു, "മീന, ആ തീക്കുണ്ടത്തിനടുത്തേക്ക് വരൂ." അവൾക്കതിന് കഴിയുമോ എന്നറിയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അനുസരിക്കാനെന്നോണം മീന എണീക്കുകയും 1-2 അടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പൊടുന്നനെ ആരോ ശക്തിയായി പ്രഹരിച്ചാലെന്നോണം അവൾ തിരിച്ചു നിന്നു. എന്ത് പറ്റി മീന? എന്തേ അവിടെ നിന്നുകളഞ്ഞത്?" പ്രൊഫസർ ചോദിച്ചു. "എനിക്കത് കഴിയുന്നില്ല," മീന വേദനയോടെ പുളഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രൊഫസറുടെ മുഖം ആഹ്ലാദം കൊണ്ട് വിടർന്നു. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിച്ചതും ആ വാക്കുകൾ തന്നെയായിരുന്നെന്ന് സ്പഷ്ടം. അവൾക്ക് കഴിയാത്തത് ആ ഭീകര പിശാചിനികൾക്കും സാധ്യമല്ലെന്ന് പ്രൊഫസർക്ക് ബോധ്യമായി. മീനായുടെ ശരീരത്തിലെ ആപത്ത് കയറിയിട്ടുള്ളൂ. അവളുടെ ആത്മാവ് ഇപ്പോഴും പരിശുദ്ധം തന്നെയാണ്. ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ഒപ്പം മഞ്ഞിൻ്റെ പെയ്ത്തും. കുതിരകൾ വല്ലാതെ ശബ്ദമുണ്ടാക്കി കരഞ്ഞത് പെട്ടെന്നായിരുന്നു. പ്രൊഫസർ അടുത്തു ചെന്ന് അവയെ ആശ്വസിപ്പിക്കുന്നതുവരെ അവ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ അവയുടെ ശരീരത്ത് സ്പർശിച്ച മാത്രയിൽ അവ തലകുനിച്ച് സന്തോഷ ശബ്ദങ്ങൾ മുഴക്കി. നന്ദിയോടെ അവ പ്രൊഫസറുടെ കൈകൾ നക്കി. അതുപോലെ രാത്രിയിൽ പലവട്ടം അദ്ദേഹത്തിന് അവയുടെ സമീപത്ത് ചെല്ലേണ്ടതായും ആശ്വസിപ്പിക്കേണ്ടതായും വന്നു. രാത്രിയുടെ അന്ത്യയാമത്തിലെത്തിയിരുന്നു. തീകുണ്ടത്തിലെ ജ്വാലകൾ കെട്ടുതുടങ്ങിയതിനാൽ പ്രൊഫസർ അത് കൂടുതൽ വിറകുകളിട്ട് ആളിക്കത്തിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണത് സംഭവിച്ചത്. എങ്ങു നിന്നെന്നറിയില്ല. മഞ്ഞുശകലങ്ങൾ പാറിപ്പറന്നു വന്ന് തീകുണ്ടത്തിനടുത്തായി വട്ടം കറങ്ങുകയും പലവിധ രൂപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു തുടങ്ങി. അവയ്ക്ക് ചുറ്റിലുമായി മൂടൽമഞ്ഞിൻ്റെ ഒരു വലയവും കാണപ്പെട്ടു. ആ കൂറ്റിരുട്ടിലും മഞ്ഞുതുള്ളികളുടെ പളപളപ്പ് അവിടമെങ്ങും വല്ലാത്തൊരു ഭീകര പ്രകാശം പരത്തി. ക്രമേണ ആ വലയങ്ങൾ തിളങ്ങുന്ന വസ്ത്രങ്ങളണിഞ്ഞ സ്ത്രീരൂപങ്ങളായി മാറി. മരിച്ചു മരവിച്ച നിശബ്ദതയിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് ഇത്രയും നടന്നത്. കൊടും ഭീതിയിൽ വിറച്ചു തുള്ളിയ കുതിരകൾ പ്രാണഭയത്തോടെ നിലവിളിച്ചതൊഴിച്ചാൽ അവിടമെങ്കും നിതാന്ത നിശബ്ദത തിങ്ങി നിറഞ്ഞിരുന്നു. പ്രൊഫസറുടെ ഉള്ളിലും കൊടിയ ഭയം ഫണം വിടർത്തി ആടാൻ തുടങ്ങി. അടുത്ത നിമിഷത്തിൽ താൻ വിശുദ്ധ അപ്പം കൊണ്ട് സൃഷ്ടിച്ച വൃത്തത്തിനുള്ളിലാണെന്ന ബോധം അദ്ദേഹത്തിന് ഒട്ടൊരാശ്വാസം നൽകുകയും ചെയ്തു. എന്തെങ്കിലും ആലോചിക്കാൻ സമയം കിട്ടും മുൻപേ ആ വെളുത്ത രൂപങ്ങൾ വൃത്തത്തിന് ചുറ്റും നിന്ന് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ജോനാഥനെ മൃത്യുബന്ധനങ്ങളാൽ സൽക്കരിക്കാനെത്തിയ ആ രക്തപിശാചിനികളുടെ ഘോരരൂപം പ്രൊഫസർക്ക് വ്യക്തമായി കാണാറായതും അപ്പോഴാണ്. കഠിന വേദനയേറ്റാലെന്നോണം കുതിരകൾ ദീനരോദനമുയർത്തി. ആ ഘോരപിശാചിനികൾ വൃത്തത്തിന് പുറത്ത് അട്ടഹസിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ പ്രൊഫസറുടെ കണ്ണുകൾ മീനായെ ശ്രദ്ധിച്ചു. അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരി തൂകി. തീ കൂട്ടിവെക്കാനായി അദ്ദേഹം മുന്നോട്ടാഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചുകൊണ്ട് സ്വപ്നത്തിലെന്നോണം മന്ത്രിച്ചു, "അരുത്, ഈ വൃത്തത്തിന് പുറത്തേക്ക് പോകരുത്. ഇവിടെ നിങ്ങൾ സുരക്ഷിതനാണ്." പ്രൊഫസർ അത്ഭുതാഹ്ലാദഭാവത്തോടെ അവളുടെ നേരെ തിരിഞ്ഞു നോക്കി. ആ വാക്കുകൾ എത്രയും ആശ്വാസകരമായിരുന്നു അദ്ദേഹത്തിന്. ജോനാഥൻ വിവരിച്ചു കൊടുത്തിരുന്ന ആ പിശാചിനികളെ പ്രൊഫസർ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. രക്തവും മജ്ജയും മാംസവുമുള്ള യഥാർത്ഥ സ്ത്രീരൂപങ്ങളായിരുന്നു അപ്പോൾ അവറ്റകൾ. കുലുങ്ങിത്തെറിക്കുന്ന മാംസളാവയവങ്ങളും
തിളങ്ങിമറിയുന്ന രൂക്ഷനയനങ്ങളും വെളുത്തു കൂർത്ത ഭീകരതയാർന്ന പല്ലുകളും മോഹിപ്പിക്കുന്ന നിറവും വിഷയാസക്തി തുളുമ്പി നിൽക്കുന്ന അധരങ്ങളുമെല്ലാം യഥാർത്ഥമായും അദ്ദേഹം നോക്കിക്കണ്ടു. അവർ മീനായെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. അവരുടെ ചില്ലങ്ക കിലുങ്ങുന്നത് പോലെയുള്ള ചിരിയൊച്ച നിശബ്ദതയിൽ മണിസ്വരം പോലെ മാറ്റൊലി കൊണ്ടിരുന്നു. അസഹനീയമായ മാധുര്യമെന്ന് ജോനാഥൻ വിശേഷിപ്പിച്ച ആ ചിരിക്ക് അതിലും പറ്റിയ വിശേഷണം ഉണ്ടാവില്ലെന്ന് പ്രൊഫസർക്ക് തോന്നി. അവറ്റകൾ മീനായെ നോക്കി മധുരമായ ശബ്ദത്തിൽ വിളിച്ചു, "വരൂ സഹോദരി, അവിടെ നിന്നിറങ്ങി ഞങ്ങളുടെ സമീപത്തേക്ക് വരൂ." പരിഭ്രമത്തോടെ പ്രൊഫസർ അപ്പോൾ മീനായെ ശ്രദ്ധിച്ചു. പക്ഷേ അവളുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം എത്രയും ആഹ്ലാദചിത്തനായി. ഘോരഭീതിയിലും പരിഭ്രാന്തിയും വെറുപ്പുമൊക്കെയായിരുന്നു അവളുടെ മുഖത്ത് നിഴലിച്ച ഭാവം. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് അദ്ദേഹത്തിന് സ്വന്തം ഹൃദയം മന്ത്രിക്കും പോലെ തോന്നി. പ്രൊഫസർ തൻ്റെ സമീപത്ത് കിടന്നിരുന്ന തീക്കൊള്ളി എടുത്തുകൊണ്ട് വലത് കൈയിൽ പരിശുദ്ധ അപ്പ നിറച്ച കടലാസ് സഞ്ചിയുമായി അവർക്ക് നേരെ തീക്കുണ്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. അവർ പിന്നോക്കം നീങ്ങുകയും ഭീതി ഉളവാക്കുന്ന കിലുകിലാ ചിരി പുറപ്പെടുവിക്കുകയും ചെയ്തു. ധൈര്യത്തോടെ പ്രൊഫസർ തീക്കുണ്ടത്തിൽ വിറകിട്ട് തീ ജ്വലിപ്പിച്ചു. അപ്പക്കഷണങ്ങൾ തൻ്റെ കൈവശമിരിക്കുന്ന കാലത്തോളം തങ്ങൾ സുരക്ഷിതരാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. കുതിരകളുടെ നിലവിളി ശബ്ദം അപ്പോൾ അതിഘോരമായി ഉയർന്നു കേൾക്കുകയും നിമിഷങ്ങൾക്കകം അതും വെറും മോങ്ങലായി അവശേഷിക്കുകയും ചെയ്തു. അത് പിന്നെ നിറഞ്ഞ നിശബ്ദതയ്ക്കൊപ്പം ലയിച്ച് എന്നേക്കുമായി അവസാനിച്ചു. ആ കുതിരകൾ ഇനി ഒരിക്കലും ശബ്ദമുയർത്തുകയില്ലെന്ന് തീർച്ചയായി. മഞ്ഞ മൂടിയ ആ പ്രകൃതിയിൽ പ്രഭാതത്തിൻ്റെ ആദ്യരശ്മികൾ പടർന്നിറങ്ങുന്നതുവരെ അവർ ആ നിലയിൽ തുടർന്നു. പ്രകാശമായതോടെ ആ ഘോര പിശാചിനികൾ മഞ്ഞുധൂളികളായി അപ്രത്യക്ഷരായി. ആ മഞ്ഞിൻ ചുരുളുകൾ കോട്ടയുടെ ഭാഗത്തേക്ക് പോയി ലയിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി മീനായെ മോഹനനിദ്രയിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. അന്നവിടെ വളരെയേറെ കാര്യങ്ങളാണ് പ്രൊഫസർക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം അതിനായി ഒരുങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ് പ്രൊഫസർ ഡ്രാക്കുള കോട്ടയിലേക്ക് തിരിച്ചു. മീന പരിശുദ്ധ വൃത്തത്തിനുള്ളിൽ സുരക്ഷിതയാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം യാത്രയ്ക്കൊരുങ്ങിയത്. കൊല്ലന്മാരുപയോഗിക്കുന്ന ഒരു തരം കൂടം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയിരുന്നു. ഡ്രാക്കുള കോട്ടയിലെ എല്ലാ വാതിലുകളും തുറന്നു കിടന്നിരുന്നെങ്കിലും ജോനാഥന് സംഭവിച്ചത് തനിക്ക് വരരുതെന്ന് കരുതി പ്രൊഫസർ ആ വാതിലുകളെല്ലാം വിജാഗിരിയിൽ നിന്നും തല്ലി തകർത്തു വീഴ്ത്തി. തുറന്നു കിടന്ന വാതിലിനുള്ളിൽ വായുവിൻ്റെ ദുർഗന്ധം അസഹനീയമായിരുന്നു. ഗന്ധകത്തിൻ്റെ പുക പടർന്നു പിടിച്ചതുപോലെ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് തല പെരുക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ചെവിക്കുള്ളിൽ എന്തോ ഇരമ്പുന്നതായും അകലെയെങ്ങോ ചെന്നായ്ക്കൂട്ടങ്ങൾ ഓരിയിടുന്നതായും അദ്ദേഹത്തിന് തോന്നി. രക്തപിശാചിനികൾ വിശ്രമിക്കുന്ന 3 ശവപ്പെട്ടികൾ അവിടെ കാണുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിലൊരെണ്ണം അദ്ദേഹം തിരക്കി കണ്ടെത്തുകയും ചെയ്തു. വിഷയാസക്തി തോന്നിക്കുന്നതും അത്യാകർഷകവുമായ അഭൗമ്യ തേജസ്സോടെ ഒരുവൾ പൈശാചിക നിദ്രയിൽ ആ പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം പ്രൊഫസർ അവിടെ തരിച്ചു നിന്നുപോയി. മനസംയമനം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ആ കാഴ്ച കാണുന്നതെങ്കിൽ സ്വർഗീയ ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ആ സുന്ദരിയുടെ രൂപം കണ്ട് അങ്ങനെ തന്നെ നിന്നു പോവുകയും സന്ധ്യയാവുമ്പോൾ അവളുടെ തന്നെ പിടിയിൽപ്പെട്ട് അവരിലൊരാളായി തീരുകയും ചെയ്യുമായിരുന്നു. നിമിഷ നേരത്തിനുള്ളിൽ വിവേകം വീണ്ടെടുത്ത പ്രൊഫസർ ദ്രുതഗതിയിൽ തൻ്റെ ലക്ഷ്യം വിജയകരമായി നിർവഹിക്കാനുള്ള ഉദ്യമം ആരംഭിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ആരോടോ ഉള്ള വൈരാഗ്യം തീർക്കാൻ എന്ന പോലെ അദ്ദേഹം 3 ശവപ്പെട്ടികളും കണ്ടുപിടിക്കുകയും അതിനുള്ളിൽ വിശ്രമിച്ചിരുന്ന 3 രക്തപിശാചിനികളെയും വകവരുത്തുകയും ചെയ്തു. അവറ്റയുടെ ഹൃദയത്തിൽ കൊലക്കുറ്റികൾ അടിച്ചു കയറ്റിയാണ് അദ്ദേഹം ആ കൃത്യം നിർവഹിച്ചത്. ആ നിമിഷം 8 ദിക്കും ഞെട്ടിക്കുന്ന വിധത്തിൽ ഭയാക്രാന്തരായി ആ ഘോരരൂപിണികൾ പൈശാചികമായി അലറി. മുൻപ് ലൂസിയുടെ കാര്യത്തിൽ അനുഭവമായതുപോലെ അവരുടെ മാറിലൂടെയും വായിലൂടെയും കൊഴുത്ത രക്തം ചീറ്റിയൊഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ 3 രൂപങ്ങളും ധൂളിയായി അപ്രത്യക്ഷമായി. പ്രൊഫസർ തൻ്റെ അന്വേഷണം വീണ്ടും തുടർന്നു. പിന്നെ അവിടമെങ്ങും മറ്റ് രക്ഷസുകളെയൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം ഒരു വലിയ ശവപ്പെട്ടിക്കരികിലെത്തി. മറ്റെല്ലാ പെട്ടികളെക്കാളും രാജകീയ ആർഭാടത്തോടെ കാണപ്പെട്ട ആ പെട്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനു മുകളിൽ ഒരൊറ്റ വാക്കുമാത്രം എഴുതപ്പെട്ടിരുന്നു: ഡ്രാക്കുള. പ്രൊഫസർ ഒരു നടുക്കത്തോടെ ഓർത്തു, ഇതാണ് പ്രഭുവിൻ്റെ വാസസ്ഥലം. അദ്ദേഹം ആവേശത്തോടെ ആ പെട്ടി തുറന്നു. അത് ശൂന്യമായിരുന്നു. ആ ചെകുത്താൻ ഇനി ഒരിക്കലും തൻ്റെ കിടപ്പിടത്തിലേക്ക് കയറിക്കൂടാത്ത വിധം
അദ്ദേഹം ആ പെട്ടിയിൽ പരിശുദ്ധ അപ്പക്കഷ്ണം ധാരാളമായി വിതറി. ആ കോട്ടയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം അവിടുത്തെ എല്ലാ മാർഗങ്ങളും പ്രഭുവിന് കടന്നുകൂടാൻ കഴിയാത്ത വിധം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ബന്ധിച്ചു. പിന്നെ ഒരു നിമിഷവും വൈകിയില്ല. പ്രൊഫസർ ആ കോട്ടയിൽ നിന്നും തിരിഞ്ഞു നടന്നു. അകലെ സുരക്ഷിത വലയത്തിനുള്ളിൽ മീന ഹാർക്കർ ഭയതരളിതയായി പ്രൊഫസറുടെ വരവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം പ്രൊഫസർ മീനയെയും കൂട്ടി കിഴക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു. വഴി ചെങ്കുത്തായി താഴേക്ക് പോയിരുന്നെങ്കിലും കമ്പിളി പുതപ്പുകളും അത്യാവശ്യ സാധനങ്ങളും ചുമന്നുകൊണ്ടു പോകാൻ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. 1 മൈലോളം ദൂരെ ചെന്നു കഴിഞ്ഞ് അവർ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നിൽ ആകാശത്തിൻ്റെ ഹൃദയത്തോളം എത്തി നിൽക്കുന്ന ആ ചെങ്കുത്തായ പാറക്കെട്ടിൻ്റെ ഉച്ചിയിൽ ഒരു ഭീകര രാക്ഷസനെ പോലെ ഡ്രാക്കുള കോട്ട നിലകൊള്ളുന്നത് കണ്ടു. അകലെ എവിടെയോ നിന്ന് ചെന്നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നു. ചെവി കൊട്ടിയടയ്ക്കുന്ന മഞ്ഞിൻ്റെ വീശിയടിക്കുന്ന കാറ്റുകൂടിയായപ്പോൾ മുന്നോട്ടുള്ള ഗമനം എത്രയും ആയാസകരമായി. പ്രൊഫസർ വിശ്രമിക്കാനൊരു സങ്കേതം കണ്ടെത്താനുള്ള അന്വേഷണത്തിലായി. അപ്പോൾ വൈകാതെ അദ്ദേഹം അത് കണ്ടെത്തുകയും ചെയ്തു. ചെറിയൊരു പാറക്കെട്ടിൻ്റെ ഇടയിൽ ഗുഹാമുഖം പോലൊരു ഒതുക്കമായ സ്ഥലം അദ്ദേഹം കണ്ടു. നോക്കൂ മീന, ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായി ഇരിക്കാം. ചെന്നായ്ക്കൂട്ടങ്ങൾ പോലും വന്നാൽ എനിക്കവയെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയും. ചെറിയ ഒരു വിശ്രമത്തിനും ലഘുഭക്ഷണത്തിനും ശേഷം പ്രൊഫസർ തൻ്റെ ദൂരദർശിനി വഴി ആ പരിസരമെല്ലാം ശ്രദ്ധിച്ച് പരിശോധിക്കാൻ തുടങ്ങി. എന്തോ കണ്ടുപിടിച്ചെന്ന വണ്ണം പൊടുന്നനെ അദ്ദേഹം മീനയെ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു. നോക്കൂ മീന, അതെന്താണെന്ന് ശ്രദ്ധിക്കൂ. മീന ഹാർക്കർ ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. പ്രൊഫസർ നൽകിയ ദൂരദർശിനി ഉപയോഗിച്ച് അവൾ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി. മഞ്ഞ് പറക്കുന്ന ആ താഴ്വാരം വളരെ അകലത്തോളം കാണാമായിരുന്നു. അവരുടെ നേരെ മുന്നിൽ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് ഒരു കൂട്ടം ആളുകൾ കയറി വരുന്നത് കാണായി. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന അവരുടെ നടുക്ക് ഒരു ചരക്ക് വണ്ടിയും ഉണ്ടായിരുന്നു. കൃഷിക്കാരോ ജിപ്സികളോ ആണ് ആ മനുഷ്യരെന്ന് അവരുടെ വേഷവിധാനത്തിൽ നിന്ന് മീനായിക്ക് തോന്നി. ആ വണ്ടിയുടെ മുകളിൽ ഒരു വലിയ മരപ്പെട്ടി ഉണ്ടായിരുന്നു. ആ കാഴ്ച അവളുടെ ഹൃദയം ത്രസിപ്പിച്ചു. വല്ലാത്ത ഒരു ഉത്കണ്ഠ അവളെ പൊതിഞ്ഞു. സായാഹ്നം അവസാനിക്കാറായ സമയമാണ്. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ആ പെട്ടിക്കുള്ളിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ആ ഭീകര സത്വം ഏതെങ്കിലും ഘോരരൂപം കൈക്കൊണ്ട് സ്വതന്ത്രനായി പുറത്തു വരുമെന്ന് അവൾ ഉൾക്കിടിലത്തോടെ ഓർത്തു. ഭയത്തോടെ അവൾ പ്രൊഫസറുടെ നേരെ തിരിഞ്ഞെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പാറയ്ക്ക് ചുറ്റിലുമായി താഴെ പരിശുദ്ധ അപ്പത്തിൻ്റെ പൊടി ഉപയോഗിച്ച് അദ്ദേഹം ഒരു വലിയ വൃത്തം വരയ്ക്കുകയായിരുന്നു. പിന്നീട് എത്രയും വേഗം മീനയുടെ സമീപത്തേക്ക് മടങ്ങിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വേഗത്തിലാണവർ വരുന്നത്. ആകുന്നത്ര വേഗത്തിൽ കുതിരയെ പായിക്കുന്നുണ്ട്. സൂര്യാസ്തമനത്തിന് മുമ്പ് എത്തിച്ചേരാനാണ് പരക്കം പായുന്നതെന്ന് തീർച്ച. നാം വളരെ വൈകിപ്പോയേക്കും. ദൈവഹിതം ഏതായാലും നടക്കും, തളർന്ന ശബ്ദത്തിൽ പ്രൊഫസർ പറഞ്ഞു. താഴെ നിന്ന് മഞ്ഞുധൂളികൾ പിന്നെയും ഉയരുന്നത് കണ്ടപ്പോൾ പ്രൊഫസർ വീണ്ടും ശ്രദ്ധിച്ചു. പിന്നെയും ആരൊക്കെയോ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ ആസ്കാനികളെ വളരെ വേഗം പിന്തുടരുകയാണ്. ആശങ്കയോടെ സംസാരിച്ചു തുടങ്ങിയ പ്രൊഫസർ പൊടുന്നനെ ആഹ്ലാദത്തോടെ പറഞ്ഞു. അത് മോറീസും ഡോക്ടർ സെൻവാർഡുമാണെന്ന് തോന്നുന്നു. മീന ദൂരദർശിനി വാങ്ങി ശ്രദ്ധിച്ചു. അത് ഡോക്ടർ സെൻവാൻഡും മോറിസും തന്നെയായിരുന്നു. പക്ഷേ ജോനാഥനെ കൂട്ടത്തിൽ കണ്ടില്ലല്ലോ എന്നവർ വിഷാദിച്ചു. നേരെ വടക്കുഭാഗത്തു നിന്നും 2 പേർ കൂടി വരുന്നത് കണ്ടു. അത് ജോനാഥനും കിൻസയുമായിരുന്നു. അവരും വണ്ടിയിൽ വരുന്നവരെ വിരട്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. മീന പ്രൊഫസറോടത് പറയുമ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹം തൻ്റെ തോക്ക് തയ്യാറാക്കി വെച്ചു. അവരെല്ലാം ഒന്നിച്ചു കൂടുകയാണ്. സമയമാകുമ്പോൾ ജിപ്സികൾ 4 പാടും വളയും. പ്രൊഫസർ തയ്യാറായി നിന്നു. ചെന്നായ്ക്കളുടെ ഓരിയിടൽ അകലത്തു നിന്ന് അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഹൃദയം പെരുമ്പറയടിക്കുന്ന നിമിഷം. പ്രൊഫസർക്ക് ഓരോ നിമിഷവും ഓരോ യുഗമായി അനുഭവപ്പെട്ടു. അതോടൊപ്പം പരിഭ്രമവും. അധികം താമസിയാതെ സൂര്യൻ അസ്തമിക്കും. അസ്തമിച്ചു കഴിഞ്ഞാൽ എല്ലാം അടിയോടെ തെറ്റുകയും ചെയ്യും. അവർ അടുത്തു വന്നുകൊണ്ടിരുന്നു. മീനയും പ്രൊഫസറും വലിയൊരു പാറയുടെ പിന്നിലേക്ക് നീങ്ങി ആയുധങ്ങൾ തയ്യാറാക്കി കാത്തുനിന്നു. ഒരൊറ്റയാളെയും അവിടെ വിട്ടുപോകാൻ അനുവദിക്കരുതെന്ന നിശ്ചയം പ്രൊഫസറുടെ മുഖത്തുണ്ടായിരുന്നു. തങ്ങൾ പതിയിരിക്കുമെന്ന് മറ്റാർക്കും സംശയിക്കാനും കഴിയുമായിരുന്നില്ല. നിർത്തൂ! ആ നിമിഷം താഴെ നിന്ന് 2 ശബ്ദങ്ങൾ ഒരുമിച്ചുയർന്നു. ജോനാഥൻ്റെ ശബ്ദം മീന തിരിച്ചറിഞ്ഞു. തീവ്രമായ ശബ്ദം ഉയർത്തിയതും അയാൾ തന്നെയായിരുന്നു.
ജിപ്സികൾക്ക് ആ ഭാഷ വശമില്ലാതിരുന്നിട്ടും ആ വാക്കിൻ്റെ ശക്തിയാൽ അവരതനുസരിച്ചു. വണ്ടി നിന്നു. കുതിരകളെല്ലാം നിശ്ചലമായി. കിൻസേയും ജോനാഥനും ഒരു ഭാഗത്തും ഡോക്ടർ സെൻവാൻഡും മോറീസും മറ്റൊരു ഭാഗത്തു നിന്ന് ആ വണ്ടിയുടെ സമീപത്തേക്ക് വന്നു ചേർന്നു. ജിപ്സിയുടെ തലവൻ തൻ്റെ അനുയായികളോട് പരുഷമായി എന്തോ സംസാരിച്ചു. മുന്നോട്ട് നടക്കാനുള്ള ആജ്ഞയായിരിക്കണം അത്. കുതിരകളെ അവർ ചമ്മട്ടിക്കൊണ്ട് പ്രഹരിച്ചു. അവർ 4 പേരും വിഞ്ചെസ്റ്റർ തോക്ക് ജിപ്സികളുടെ നേരെ നീട്ടി. ആ നേരത്ത് തന്നെ പ്രൊഫസർ മീനായും അത് ആവർത്തിച്ചു. ജിപ്സികൾ വീണ്ടും കുതിരകളെ പിടിച്ചു നിർത്തി. പെട്ടെന്ന് അവർ ഒരു പോരാട്ടത്തിന് തയ്യാറായി നിരന്നു നിന്നു. നേതാവിൻ്റെ ആജ്ഞ അനുസരിച്ചായിരുന്നു അത്. തലവൻ തന്നെ പെട്ടെന്ന് മുന്നോട്ട് ചാടി വീണു. അയാൾ സൂര്യനെയും കോട്ടയെയും ചൂണ്ടി ഏതോ ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രിച്ചു. ആ നിമിഷത്തിൽ കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി മോറിസും ഡോക്ടറും കിൻസയും ജോനാഥനും വണ്ടിയുടെ നേർക്ക് പാഞ്ഞടുത്തു. ജോനാഥനായിരുന്നു ഭ്രാന്തമായ ആവേശം. പ്രൊഫസറും മടിച്ചു നിന്നില്ല. ജിപ്സികൾ വണ്ടി പെട്ടെന്ന് വളഞ്ഞു. അവർക്കെന്തോ പിടികിട്ടിയതുപോലെ തോന്നി. സൂര്യൻ മറയുന്നതിന് മുൻപ് തങ്ങളുടെ കൃത്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ജോനാഥനും കിൻസയും അവരെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ജിപ്സികളുടെ വാളുകളോ തങ്ങളുടെ നേർക്ക് പാഞ്ഞുവരുന്ന മറ്റായുധങ്ങളോ അവർക്ക് പ്രശ്നമായിരുന്നില്ല. 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ഓലിയിടുന്ന ചെന്നായ്ക്കളുടെ ശബ്ദം അവർ കേട്ടതേയില്ല. ജോനാഥൻ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ജിപ്സികളെ തള്ളിമാറ്റി അദ്ദേഹം വണ്ടിക്കുള്ളിൽ കയറുക തന്നെ ചെയ്തു. കൂലിക്കാരായ അഫ്ഗാനികളെ തോക്കിൻ പാത്തിക്കൊണ്ട് പ്രഹരിച്ചുകൊണ്ട് മോറിസ് വണ്ടിയെ സമീപിച്ചു. ജിപ്സികളെയും അഫ്ഗാനികളെയും ഇരുവശങ്ങളിലേക്കും വിരട്ടി വീഴ്ത്തി മുന്നേറിയ മോറിസിനെ പൊടുന്നനെ ഒരു അഫ്ഗാനി കുത്തി. ഇടത് കൈകൊണ്ട് വയറിൻ്റെ ഇടതുവശം അമർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം വേച്ചു നടന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ജോനാഥന് വഴി തെളിയിച്ചുകൊണ്ട് വണ്ടിക്കരികിലെത്തി. ഇതിനകം ജോനാഥൻ വണ്ടിയിൽ വെച്ചിരുന്ന പെട്ടി തനിയെ തട്ടിയുരുട്ടി താഴേക്കിട്ടു. പിന്നാലെ ചാടിയിറങ്ങി അദ്ദേഹം തൻ്റെ കുക്കർ കത്തി കൊണ്ടതിൻ്റെ മൂടി വിടർത്തി. ഇടത് കൈകൊണ്ട് വയർ അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മോറിസ് വേച്ചുവെച്ച് ആ പെട്ടിക്കരികിലെത്തി. ആ മുഖത്ത് അസാധാരണമായ ആവേശവും ദൃഢനിശ്ചയവും തെളിഞ്ഞു കണ്ടു. തൻ്റെ നായാട്ട് കത്തിയെടുത്ത് പെട്ടിയുടെ മൂടിയിളക്കാൻ അദ്ദേഹം ജോനാഥനെ സഹായിച്ചു. ഈ സമയത്ത് ഡോക്ടറും ഗോൾഡാൻമിങ് പ്രഭുവും ജിപ്സികളെ വരുതിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. സൂര്യൻ മലമടക്കുകൾക്കിടയിൽ ഒളിക്കാൻ ആരംഭിച്ചിരുന്നു. പ്രഭുവിൻ്റെ ഘോരരൂപം ശവപ്പെട്ടിക്കുള്ളിൽ വ്യക്തമായും കാണാൻ കഴിഞ്ഞു. അയാളുടെ ശരീരത്തിൽ നനവുള്ള മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ജോനാഥൻ പെട്ടി താഴെ എറിഞ്ഞപ്പോൾ പറ്റിയതാണത്. ആ ഘോരപിശാചിൻ്റെ മുഖവും കൈകളും ശവത്തിൻ്റേതുപോലെ വെളുത്തിരുന്നു. മെഴുകുരുക്കി തേച്ചതുപോലെ തോന്നിച്ച മുഖത്ത് വെറുപ്പും വിദ്വേഷവും പ്രതികാര വ്യഗ്രതയും നിറഞ്ഞു നിന്നിരുന്നു. ജ്വലിക്കുന്ന കണ്ണുകൾ മാത്രം രക്തവർണ്ണത്തിൽ തിളങ്ങി. ആ മുഖത്ത് നോക്കി നിൽക്കെ സൂര്യൻ മലകൾക്ക് പിന്നിൽ മറയുകയും പ്രഭുവിൻ്റെ മുഖത്ത് ആഹ്ലാദഭാവം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ക്ഷണത്തിൽ ജോനാഥൻ്റെ ഗൂർഖ കത്തി ആ ചെകുത്താൻ്റെ കഴുത്തിലേക്ക് അതിശക്തിയായി താഴ്ന്നു. ആ രക്ഷസിൻ്റെ കഴുത്തറുത്തുകൊണ്ട് അത് താണിറങ്ങുന്നത് കണ്ടുനിന്ന മീന അലറി വിളിച്ചു. അതേ നിമിഷത്തിൽ കിൻസയുടെ നായാട്ട് കത്തി ഡ്രാക്കുള പ്രഭുവിൻ്റെ ഹൃദയത്തിലേക്ക് പിടിവരെ താന്നു കഴിഞ്ഞിരുന്നു. ഏതോ അത്യത്ഭുതം നടക്കും പോലെ ഞൊടിയുടെ നേരം ദിഗന്തം ഭേദിക്കുമാറ് ഒരലർച്ചയും ഒപ്പം ചെന്നായ്ക്കളുടെ അലമുറയും ഉയർന്നു. ഉടൻ തന്നെ എല്ലാം ശാന്തമാവുകയും ചെയ്തു. ആ ഭീകര രാക്ഷസന്റെ രൂപം നിമിഷനേരം കൊണ്ട് ധൂളികളായി രൂപാന്തരപ്പെട്ട് അദൃശ്യമായി തീർന്നു. അവസാനമായി അതും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരുന്ന നേരത്ത് ഡ്രാക്കുള പ്രഭുവിൻ്റെ ഭീകരതയാർന്ന മുഖത്ത് അവർണ്ണനീയമായ ശാന്തിയും സമാധാനവും നിഴലിച്ചിരുന്നത് അവരെയൊക്കെ അത്യധികം സന്തോഷിപ്പിച്ചു. അവിചാരിതമായി കണ്ട ആ ഘോര ദൃശ്യം ജിപ്സികളെ പരിഭ്രാന്തരാക്കുകയും ഭയന്നോടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ പരിഭ്രാന്തിപ്പെടുത്തിയ പ്രഭുവിൻ്റെ ഭീകര ജീവിതം ഇനി ഒരിക്കലും ഉണരാനാവാത്ത വിധം അവിടെ അവസാനിക്കുകയായിരുന്നു. കാർപേത്യൻ മലനിരകളിൽ മഞ്ഞു പെയ്യാൻ ആരംഭിച്ചിരുന്നു. മലയിടുക്കിൽ മറഞ്ഞ സൂര്യൻ്റെ അവസാനത്തെ പ്രകാശകണികകൾ ആകാശത്ത് നിറയെ രക്തവർണ്ണത്തിൽ പരന്നു കിടന്നു. നേരിയ നിഴൽ പോലെ ഇരുളിൽ അകലെ കാണാമായിരുന്ന ഡ്രാക്കുള കോട്ടയുടെ ചുറ്റും മഞ്ഞുമലകൾ പുകമറയായി പടർന്നു കിടന്നു. തളർന്നു വീണ മോറിസിൻ്റെ നെറ്റിത്തടത്തിൽ പ്രൊഫസർ വിറയാർന്ന വലതുകരം കൊണ്ട് കുരിശു വരച്ചു. ജോനാഥൻ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് മോറിസിൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചു. നിറഞ്ഞുവരുന്ന കണ്ണുകളോടെ അയാളുടെ ചുണ്ടുകൾ ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം പകർന്നു. സ്നേഹിതനുള്ള അവസാനത്തെ സമ്മാനം. മലമുകളിൽ നിന്ന് താഴ്വരയിലേക്കൊഴുകിയ ഹിമക്കാറ്റിൽ വിഷാദത്തിൻ്റെ തേങ്ങലുകൾ ഇഴുകിച്ചേർന്നിരുന്നുവോ അവിടെ.
ഹലോ ഗൈസ്, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതായിരുന്നു അവസാനത്തെ എപ്പിസോഡ്. അപ്പം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ എപ്പിസോഡുകളും കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.